റെസ്ക്യൂലുണ്ടായിരുന്നല്ലോ. ഞാൻ ഇവിടെയാണ്. എന്തായിരുന്നു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇവിടെ ഫുള്ളായിട്ടുള്ള ബോഡിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ അവയവങ്ങൾ വാങ്ങലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്നിട്ടുണ്ട്, കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേദനാജനകമായൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് കണ്ടെടുക്കാൻ കഴിയാത്ത, ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കണ്ടത്. പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ തിരയാൻ അത്ര സംവിധാനങ്ങളുള്ളൂ. ഉള്ള സംവിധാനങ്ങൾ വെച്ചാണ്ട് അവിടുത്തെ പ്രദേശത്തുള്ള ആളുകളൊക്കെ കൂടിയാണ്ട് ചെയ്തതാണ്. അത് പരമാവധി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം 2-3 ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അത് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇങ്ങനെയുള്ളത് ഇത്രയും ഒരു ഉയരത്തിൽ നിന്നൊക്കെ വീണ് വരുന്ന മൃതദേഹങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് പലർക്കും തിരിച്ചറിയാൻ, ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തതാണ് കൂടുതലുള്ളത്. തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ കുറച്ചുള്ളൂ. കൂടുതലും വലിയ അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോയി തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണാൻ കഴിയാത്ത, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അതൊരു ദുരന്തത്തിൽ നമ്മൾ കാണാതായവരെ തേടി ഇറങ്ങുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിലമ്പൂർ ആശുപത്രിയിൽ എത്തുന്ന പലരും തങ്ങൾക്ക് ഉറ്റവരായ ആളുകൾ അവർ ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളൊരു ആശയോട് കൂടിയാണ് എത്തുന്നത്. കാരണം ഇവിടെ എത്തിയതെല്ലാം തന്നെ മൃതദേഹങ്ങളാണ്. കാരണം ഇത്ര അകലെ നിന്നും ഈ ഒരു ദുരന്തത്തിലൂടെ, പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങളാണ്. അതുകൊണ്ട് തങ്ങളുടെ ഉറ്റവരെ ആ രീതിയിൽ കാണാനായി ആരും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം വളരെ ഒരു പ്രത്യേകമായൊരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. പലരുടെയും മുഖത്ത് പോലും നമുക്ക് പോലും നോക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാവരും ഏത് നിമിഷവും വിങ്ങിപ്പൊട്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടെയുള്ളത്. കാരണം അത്രത്തോളം ഒരു ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലവിൽ എല്ലായിടത്തും തന്നെ ഉള്ളത്. ചേട്ടൻ ആരെങ്കിലും തെരഞ്ഞു വന്നാണോ? ഞാൻ എടവണ്ണ പഞ്ചായത്ത് മെമ്പറാണ്. റേസറായിട്ട് വന്നാണ് ഞാൻ എടവണ്ണ. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് എടവണ്ണ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പട്ടികാതിക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സാന്ത്വന സെൻ്ററിൻ്റെ ഫ്രീസറായിട്ട് വന്നാണ്. വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവയവങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ നിരത്തി ഇങ്ങനെ നിൽക്കുന്ന വലിയൊരു ഭീമമായിട്ടുള്ള ഒരു ഭയങ്കര നഷ്ടം നമ്മളെ നാടിനെ സംഭവിച്ചിരിക്കുകയാണ്. വലിയ വേദന ഉണ്ട് അവസ്ഥ. തീർച്ചയായും, അതായത് വളരെ വേദനാജനകമായൊരു അന്തരീക്ഷം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. കാരണം ഈ ആശുപത്രിയിലേക്ക്, നിലമ്പൂർ ആശുപത്രിയിലേക്ക് ഓരോരുത്തരും എത്തുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു ഫോട്ടോ കരുതിയിരിക്കും. ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് തങ്ങളുടെ ഉറ്റവരുടേതാണ്. അത് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന പ്രദേശത്ത് നിന്ന് തങ്ങളുടെ ഉറ്റവരുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ആ ഒഴുകിയെത്തുമ്പോൾ തന്നെ പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു കാഴ്ച കാണാനായി ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് തിരഞ്ഞ് അന്വേഷിച്ച് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ ഫോട്ടോയും? നമ്മുടെ സുഹൃത്ത് ഷിഹാബ് ഫൈസി എന്ന് പറയുന്ന, അവിടെ മുണ്ടക്കൈ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകളും കേൾക്കുന്നുണ്ട്. ഉറപ്പായിട്ടില്ല. നോക്കിയിരുന്നോ? ഫ്രീസർ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഏകദേശം 57ഓളം മൃതദേഹങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അതിൽ ചുരുക്കം ചിലത് മാത്രം, അതായത് വിരലിലെണ്ണാവുന്നവ മാത്രം 3 മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മൃതദേഹങ്ങളെല്ലാം തന്നെ ഉറ്റവർ വരുന്നത് വരേക്കും, അത് തിരിച്ചറിയുന്നത് വരേക്കും, അവരെ തിരിച്ചറിയുന്നത് വരേക്കും ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മോർച്ചറിയിൽ സ്ഥലമില്ലാത്തതിനാൽ തന്നെ പേവാർഡിലാണ് നിലവിൽ ഈ ഒരു സൗകര്യം, മോർച്ചറി എന്നുള്ള രീതിക്ക് കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. അതായത് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായുള്ള, അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓരോ നിമിഷവും ആളുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ പൂർണ്ണമായും ഇപ്പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് 10-16 മൃതദേഹങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് നേരത്തെ ഗൂഗിൾ പറയുന്നുണ്ടായിരുന്നു.